8°C ആണ്. 8°C ആയിട്ട് തന്നെ നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് -8°C എന്താകുമെന്ന് അറിയാൻ വേണ്ട. ഇപ്പോൾ ജസ്റ്റ് ആദ്യത്തെ ബ്രേക്കായിട്ട് ഇവിടെ നിർത്തിയേക്കുവാണ്. നമ്മളിനി റൂമിലേക്ക് പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ കാഴ്ചകൾ ഇനി ഒഴികെ നമുക്ക് കാണാം. ഭയങ്കര സീനറി ആണല്ലേ, നല്ല സീനറി ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസ് ആണ്. അവിടെയൊക്കെ പ്രളയം വന്നിട്ട് കുറെ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞു പോയെന്നാണ് അജുബായി പറഞ്ഞത്. കുറേ സ്ഥലം നമുക്ക് എന്താ ബ്രോക്കൺ ആയിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുവാന്ന് തോന്നും. അതൊക്കെ എന്താ ഈ ഫ്ലഡ് വന്നിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ. പിന്നെ പക്ഷെ നല്ല രസമാണ്, നല്ല മൗണ്ടൻസ്, നല്ല എന്താ പറയുക കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, നമ്മുടെ ഇവിടുന്നതിനേക്കാൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് അവിടെ അല്ലേ. പിന്നെ മഞ്ഞ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ ബിയാസ് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഉരുണ്ട കല്ലുകൾ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ മന്തിന്ന് ഓൾമോസ്റ്റ് 80 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. നമ്മൾ പിന്നെ ജേർണി കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഓൺ ദ വേ നമ്മൾ പിന്നെ അവിടുത്തെ ഡാം കണ്ടു, പാണ്ഡവ് ഡാം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം നമ്മുടെ വോൾവോ ബസിന്റെ ഡ്രൈവേഴ്സ് പഞ്ചാബിസായിരുന്നു, അടിപൊളിയായിരുന്നു. അവര് ഉറങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ സീറ്റ് കുറച്ചുകൂടെ ഫ്രണ്ടിലായതുകൊണ്ട് ഇവരെ നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഇവരങ്ങ് ഫുൾ ടൈം സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നല്ല ജോളി, അടിപൊളി. ഇടയ്ക്ക് റീൽസ് കൊടുക്കുന്നുണ്ട് അവര് ജോളി. എന്താ ഇവര് സംസാരിക്കുന്നതെന്നൊന്നും ചെറിയൊരു ഐഡിയ ഉള്ളൂ. വീട്ടിലെ കാര്യങ്ങളോ പഞ്ചാബി. അപ്പൊ സ്ലാങ് നമുക്ക് നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് കേട്ടോ. എവിടെ ഒരിടത്ത് എത്തിയപ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആയിരുന്നു. പിന്നെ റിവേഴ്സ് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായി. അവിടെ അപ്പുറത്തുനിന്ന് ഒരു ബസ് വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അവർ അടിപൊളിയായിട്ട് അതിലൊക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. നമുക്ക് സ്റ്റേയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് സെറ്റാക്കി നിർത്തിയേക്കുന്നത്. ആളുകളെല്ലാം ഇങ്ങനെ പെട്ടിയും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റൂമിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാം. വാ, ഇതിലിടണമല്ലോ, ഇപ്പോഴല്ലേ ലൈറ്റുകളെല്ലാം ഓണാവുന്നത്. എല്ലാം ഓണായി. ബാത്റൂമുണ്ട്, ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ബാത്റൂം. കൊള്ളാല്ല സംഭവം. അപ്പോൾ എനിക്ക് മെയിനായിട്ട് നമ്മുടെ റൂമിനെ കുറിച്ച് പറയാനുള്ള എല്ലാം നല്ല ആർക്കിടെക്ചറൽ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കൊന്ന് ഹിമാചൽ പ്രദേശിൻ്റെ ഇതായിട്ടുള്ള ഒരു മെയിൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. നല്ല ഡിസൈൻ. എല്ലാ ഡോർസിലും അവരൊരു പ്രത്യേക ഡിസൈൻ ഉണ്ട്, കബോർഡിലൊരു ഡിസൈൻ ഉണ്ട്, എല്ലാത്തിനും ഓരോരോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂം ആയാൽ പോലും നല്ല വൃത്തിയുള്ള ബാത്റൂമാട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ മിനിമം ബഡ്ജറ്റിൽ തുടങ്ങുന്ന ബാത്റൂമിന് നല്ല ഹീറ്ററും ഉണ്ട്, അതിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ബാത്റൂം. നമ്മൾ എവിടെ ചെന്നാലും ഹോട്ടലിൽ ആദ്യം നോക്കുന്നത് ബാത്റൂമാണ്. പിന്നെ ബാത്റൂം കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ ഫേവറേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ ബെഡ്റൂം. അപ്പം നമുക്കൊരു ചെറിയൊരു TV ഉണ്ട്, പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിലും അതിൻ്റേതായ ഒരു ഡിസൈൻ പാറ്റേൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ ഒരു ചെറിയൊരു മേശയുണ്ട്, ഫാൻ. ഇവിടെ ഫാനിൻ്റെ ആവശ്യമില്ല ശരിക്കും, എന്നാലും ഒരു ഫാൻ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് തോന്നുന്നു റൂം AC-യുടെ ഒന്നും കാണുന്നില്ല, പക്ഷെ അവിടെ കുറേ വെൻറ്റുകളൊക്കെ ഉണ്ട്. അത് AC-യുടെ ആണോന്ന് അറിയില്ല. പിന്നെ ഒരു അടിപൊളി കസേരയുണ്ട്. എല്ലാം അങ്ങ് വൈറ്റ് മയം അല്ലേ, ഫുള്ളങ്ങ് വൈറ്റ് കളറുകൾ അങ്ങ് വാരി വെതറിയൊക്കെ. മെയിനായിട്ട് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ കെറ്റിലാണ്, വാട്ടർ ഹീറ്റ് ചെയ്യാനുള്ള.
അപ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ ഇവിടെ എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ഹോട്ടലിലും എന്തായാലും ഇത് മെയിനായിട്ട് കാണും. എന്നാലും ഞങ്ങൾ ചോദിച്ചായിരുന്നു ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞവർ. ബാത്റൂമിൻ്റെ അകത്ത് ഹീറ്ററുണ്ട്, നമ്മൾ ചൂടുവെള്ളമെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റും. പിന്നെ മിററുണ്ട്, ബെഡ്, സുഖമായിട്ട് കിടക്കാൻ പറ്റിയ അടിപൊളി ബെഡ്. പിന്നെ അല്ലാതെ പിന്നീടുണ്ട് കസേര, കാര്യം പറയാനൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി കസേര ഉണ്ട്. പിന്നെ എല്ലാം വേണ്ട ഒരു ലൈറ്റുകളെല്ലാം ലാമ്പ്, ഓരോ ലാമ്പ്, അത് കൊള്ളാം. പിന്നെ നമുക്ക് പുറത്തോട്ടിറങ്ങാൻ വേറൊരു വ്യൂ. അടിപൊളി. അങ്ങ് ദൂരെ മഞ്ഞുമലകളെല്ലാം കാണാൻ പറ്റും. ആ മൗണ്ടനിൽ മാത്രമല്ല, ഒരു സൈഡിൽ ഇനി ഇങ്ങോട്ടും എല്ലായിടത്തും മഞ്ഞ് കാണും മിക്കവാറും. ഇപ്പോൾ ഇവിടെ 7 ഡിഗ്രി എങ്ങാണ്ടാന്ന് തോന്നുന്നു തണുപ്പ്, 7 എങ്ങാണ്ട് സംതിങ് ഉണ്ട്. വൈകിട്ടാകുമ്പോഴത്തേക്കും അത് മൈനസ് ആവാനും ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞത്. നല്ല തണുപ്പാവും വൈകിട്ടാകുമ്പോഴത്തേക്കും. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പ്ലാൻസ് എന്തുവാന്ന് വെച്ചാൽ, ശരിക്കും ഇനി നമ്മൾ 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ പ്ലേസസിൽ പോകാമെന്നാണ് നമ്മുടെ ടീം കോർഡിനേറ്റർ പറഞ്ഞേക്കുന്നത്. അവിടെ ചെന്നിട്ട് ഇനി ബാക്കി അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം. ഓൾമോസ്റ്റ് നമ്മൾ 12 മണിക്കോളം കഴിഞ്ഞ് നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ ഫ്രഷായിട്ട് റൂമിൽ ബാഗേജ് എല്ലാം വെച്ചിട്ട് തിരിച്ചു വന്നു. നമുക്ക് ആ ഫുഡ് അവിടെ തന്നെ ആയിരുന്നു. രാവിലത്തെ ഫുഡാണ് നമ്മൾ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 12 മണി. ടൂറിസമാണ് ഇവരുടെ അന്നം. അതെ. പിന്നെ കുറെ കൂട്ടര് യാക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂട്ടര് റാബിറ്റ്, വലിയ റാബിറ്റ്സ്, പിന്നെ മറ്റേ ചെമ്മരിയാട്, ഷീപ്പ്, കുഞ്ഞു ഷീപ്പുകള്, അവരെയൊക്കെ നിർത്തി ഫോട്ടോ. എല്ലാം അങ്ങ് ബിസിനസ്സാണ്, എല്ലാ ബിസിനസ്സും ഉണ്ട്. പിന്നെ ചില ആളുകൾ മറ്റേ കുങ്കുമത്തിന്റെ ഇത് കൊണ്ട് വരുന്നുണ്ടായിരുന്നു. കുങ്കുമം ചെറിയൊരു ബോക്സിന്റെ അകത്താക്കിയിട്ട് അങ്ങനെ കുറെ ആളുകളും ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? അത് കേസർ അല്ലായിരുന്നു, കേസരിന്നോ എന്താണ്ട് പറഞ്ഞിട്ട്. ഇത് ടേസ്റ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേസർ. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതല്ല, എല്ലാരും ബിസിനസ്സാണ് അവിടെ, മൊത്തം ബിസിനസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മണാലി പോകുമ്പോൾ കാണുന്ന ഒരു സംഭവം, അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടുകൊണ്ട് ആളുകൾ നിൽക്കുന്നത്. അത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു, അവിടെ ചെല്ലുമ്പോ എന്തായാലും ചെയ്യണമെന്ന്. അത് അവരോട് ബാർഗെയിൻ ചെയ്തു, എന്നിട്ട് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. അതെ, നമ്മൾ ആദ്യമേ അവർ പറയുന്ന റേറ്റിൽ നമ്മൾ അങ്ങ് ഇതാവരുത് അല്ലേ, ബാർഗെയിൻ ചെയ്യണം മാക്സിമം. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു ആ ഡ്രസ്സൊക്കെ. എല്ലാരും നമ്മുടെ 4 പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് അവരും ഓരോ ചെറിയ അടിപൊളിയായിട്ടുണ്ട്.
നമുക്ക് വീഡിയോ കൂടെ എടുക്കാം. എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇതിട്ടിട്ട്? നമ്മുടെ ഓഫീസിലെ നിമ്ന ചേച്ചി പോയപ്പോ തൊട്ട് നമുക്കും ആഗ്രഹമായിരുന്നു അല്ലേ ഇത് ഇവിടെ വരുന്ന എല്ലാവരും ഇടുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇട്ട് കഴിഞ്ഞപ്പോ സന്തോഷമായി. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളെ യാക്കിന്റെ പുറത്ത് കയറി അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഒരു സാധു ജീവി അല്ലേ, സൈസൊക്കെ ഉണ്ടെന്നുള്ള ഒരു സാധു ജീവി, വലിയ കൊമ്പൊക്കെ ഉണ്ട്, പക്ഷെ ഒരു പാവം ജീവി. അങ്ങനെ അവരെ ട്രെയിൻ ചെയ്തെടുത്തേക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ. അങ്ങനെ ആ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ചില ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. നമ്മുടെ കൂടെ 2 ഫാമിലീസ് കൂടെ ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ശരത്ത്. ശരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ശരത്ത് നമ്മുടെ കൂടെ പണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ബക്കിലല്ലേ. ആ പിന്നെ ശരത്തിന്റെ വൈഫ് ശ്രുതി നമ്മുടെ കമ്പനി തന്നെ ഇപ്പോഴും. പിന്നെ വിഷ്ണു, സനിസ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഹഡിംബ ടെമ്പിളിൽ പോയിട്ട്? സൂപ്പർ. അതായിരുന്നു ഏറ്റവും നല്ലതല്ലേ. യാക്കിന്റെ മുകളിൽ കയറി എങ്ങനെ ഉണ്ടായിരുന്നു ശ്രുതി? ഞാൻ ശ്രുതി പോവാന്ന് പേടിച്ചിരിക്കുന്നു. പക്ഷെ സാധനം ഒന്നും ചെയ്തൊന്നുമില്ല അല്ലേ, ജസ്റ്റ് അങ്ങനെ അനങ്ങി നിന്നതേ ഉള്ളൂ. അത് വേറെ ഒന്നും ഇല്ല, ആക്ഷൻ അത് മാത്രമേ ഉള്ളൂ. അത് കൊള്ളായിരുന്നു. ഓൾഡ് മണാലി ആൻഡ് ബുദ്ധ മൊനാസ്ട്രി നമ്മൾ കാണാൻ പോവുകയാണ്. പിന്നെ അവിടെ കുറെ ഫുഡ് സ്പോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ പേരെന്താടാ? അജു. അപ്പൊ ആ പുള്ളിയാണ് നമ്മൾ വിളിച്ചോണ്ടിരിക്കുന്നത്. അജു ബ്രോ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തോ കുറെ ഫുഡ് സ്പോട്ടുകളുണ്ട് അവിടെ, നമ്മൾ ട്രൈ ചെയ്യേണ്ടതെല്ലാം ഗ്രൂപ്പിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം. ലോക്കൽ ഫുഡ്, മണാലി ലോക്കൽ ഫുഡ്, അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്യാം നമുക്ക്. പിന്നെ നമ്മൾ പോയെന്ന് വെച്ചാൽ ഹഡിംബ ടെമ്പിൾ കഴിഞ്ഞിട്ട് പോയെന്ന് വെച്ചാൽ നമ്മളൊരു വിഹാർ എന്ന് പറയുന്ന ഒരു പാർക്കിലോട്ടാണ്. വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, ചെറിയൊരു പാർക്ക്. പക്ഷെ എന്താ കുറെ ട്രീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്ലേ ഗ്രൗണ്ടും ബോട്ടിങ്ങും ചെറിയ ഒരു ബോട്ടിങ്. അവിടെയും ട്രഡീഷണൽ ഡ്രസ്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മറ്റേടത്തായിരുന്നു കുറച്ചും കൂടെ സീനറിയും കാര്യങ്ങളും ഒക്കെ നല്ലത്. അപ്പം അവിടെ തന്നെ ചെയ്യാൻ പറ്റി. അപ്പം അവിടെയൊക്കെ ഒന്നിരുന്ന് കണ്ടു, വീഡിയോസ് ഒക്കെ എടുത്തു. കുറച്ച് അല്ലറ ചില്ലറ ഹോട്ടൽസ് മാത്രമേ കണ്ടുള്ളൂ, കൂടുതലും വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണ്. ആളുകളുടെ കൂട്ടത്തിന്റെ അകത്തുകൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. എവിടെ നോക്കിയാലും കടകൾ, ആൾക്കാരും കടകളും, എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര. അങ്ങനെ നമ്മൾ ബാലാജി എന്ന് പറയുന്ന ഒരു നല്ലൊരു കടയിൽ കയറി. അവിടെ കുറെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ട്രൈ ചെയ്തു. മോമോസ്, പിന്നെന്താ പാവ് ഭാജി, പിന്നെ ആലു ടിക്കി ചാട്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു. നല്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ബാക്ക് ടു ഹോട്ടലാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയുള്ള ഫുഡ് കഴിച്ചു. പിന്നെ നമ്മള് ഫുഡാണല്ലോ മെയിൻ. പിന്നെ നമ്മളാണെങ്കിൽ ഹോട്ടലിൽ ഡിന്നർ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അങ്ങനെ നമ്മളുടെ അന്നത്തെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ, എല്ലാവരും നല്ല ടയേർഡ് ആയിരുന്നു. കാരണം ഒരു ദിവസം മൊത്തം ട്രാവലിംഗ് ആയിരുന്നു. ആയിരുന്നു. പിന്നെ
ഇനി അടുത്ത ദിവസത്തെ കാര്യം അല്ലേ? അടുത്ത ദിവസത്തേക്ക് വേണ്ടി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടുത്ത ദിവസം എന്ന് പറയാൻ നമ്മുടെ സ്നോ പോയിന്റിലേക്ക് പോവാന്നുള്ളായിരുന്നു. Day 3. നമ്മുടെ അജുബായി പറഞ്ഞൊരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്നോ പോയിന്റ് എത്തിയിട്ട് എന്താ പറഞ്ഞുള്ളി എന്താ പറഞ്ഞേ, തിരിച്ചു വരാൻ പറ്റുന്നതിന്റെ കാര്യം കൊണ്ട് Day 3 എവിടെയാണ് പോകുന്നതെന്ന് പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പം പറഞ്ഞു സ്നോ പോയിന്റ്. അപ്പം ഞാൻ ചോദിച്ചു അത് മാത്രമേ ഉള്ളൂ, അന്ന് ഒരൊറ്റ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലല്ലായിരുന്നു ഐ വാണ്ട് ടു പ്ലേ വിത്ത് സ്നോ അറ്റ് മണാലി, അങ്ങനെയായിരുന്നു എഴുതി വെച്ചത്. അപ്പം അത് എന്താ പറയുന്നത്, ഇതാവാൻ പോകണം, അച്ചീവ് ആവാൻ പോകുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സ്നോയിൽ പോവുക, എന്താ പറയുന്നത്, ഫുള്ള് മഞ്ഞിൽ പൊതിഞ്ഞിരിക്കുന്ന മൗണ്ടൻസ് കാണാന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പറയുന്ന സമയത്തല്ല ഈ രാത്രിയിൽ നല്ല തണുപ്പാണ് കേട്ടോ. മെറിൻ മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ Day 3 വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye. അപ്പോൾ അങ്ങനെ നമ്മൾ അട്ടൽ ടണലൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ എത്തിക്കുന്നത് കോക്സലിലാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല സ്നോ ഉണ്ട് ഇവിടെ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അടിപൊളിയാണ് വ്യൂ. നിങ്ങളെ കൊണ്ട് തന്നെ കാണിക്കുക. അത് എന്താ നിരങ്ങി കയറാ. ഒരു ഓർമ്മയ്ക്കാക്കട്ടെ, കോക്സറിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ചെറിയ ഉരുളൻ കല്ല് എടുത്തിട്ടുണ്ട്.